വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വന്ന അബായക്ക് എങ്ങനെ പോക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും വലത്തെ കൈയാണ് കൂടുതൽ പോക്കറ്റിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ആ സൈഡിൽ നിന്ന് നമ്മൾ ഒരു 17 ഇഞ്ച് ലെങ്ത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ആ സൈഡ് വിടുത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം തയ്യൽ തുമ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ മാത്രം നിർത്തി ബാക്കി വെട്ടിയിട്ട് കളയുക. എന്നിട്ട് ഇതുപോലെ ഈ തുണിയിൽ നിന്ന് നമ്മളൊരു 6.5 ഇഞ്ചൊക്കെ മതി. അപ്പോൾ 6.5 ഇഞ്ചിൽ ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വെട്ടിട്ട് വേണം വരച്ചു കൊടുത്തിട്ട് വേണം പിന്നെ ഈ ഷേപ്പിലുള്ള കട്ടിങ്ങിനുള്ള മെഷർമെൻറ്റ് കൊടുക്കാനിട്ടാ. ഇത് നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. കൈകൊണ്ട് നല്ല വൃത്തിക്ക് വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. പിന്നെ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ വായയിൽ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അബായയുടെ പോക്കറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്ന് സൂചി കുത്തി നിർത്തിയിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. ഷേപ്പിൻ്റെ ആ ഭാഗത്ത് ഇതാ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത് എങ്ങനെയാണോ ഇതിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മീതെ കൂടെ റോങ് സൈഡ് വെച്ചിട്ടാണ് അടിക്കേണ്ടത്. റൈറ്റ് സൈഡ് രണ്ടും ഒരുമിച്ച് വെക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുന്ന് അതേപോലെ താഴോട്ടും കെട്ടിട്ട് നിർത്തുകയാണ് വേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ 2-3 രീതിയിലൊക്കെ ചെയ്യാവുന്നുണ്ട്. അതുപോലെ സിബ് വെക്കുന്ന രീതിയും ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ ലാസ്റ്റ് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പറയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.